മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ്, മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയായ സമസ്ത, ഒരു മനസ്സും രണ്ട് ശരീരവുമായിരുന്ന ഇവരിപ്പോൾ അകൽച്ചയുടെ വക്കിലാണ്. ലീഗിൻ്റെ വോട്ട് ബാങ്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സമസ്ത എവിടെ നിന്നാണ് മാറി നടന്നു തുടങ്ങിയത്? സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങി. ലീഗിനെ ഒഴിവാക്കി സർക്കാരിന് മുന്നിൽ നേരിട്ട് ആവശ്യങ്ങൾ അവതരിപ്പിച്ചു. പലതും നേടിയെടുത്തു. ജിഫ്രി തങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം ചർച്ചയായി. ലീഗ് നെറ്റിച്ചുളിച്ചു. അവിടം കൊണ്ടും തീർന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ചില സമരങ്ങളിൽ നിന്ന് സംഘടന വിട്ടുനിന്നു. അതുവരെ നടക്കാത്ത കാര്യം. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിനെതിരെ പള്ളികളിൽ പ്രതിഷേധിക്കാനുള്ള ലീഗ് തീരുമാനത്തിനൊപ്പം സമസ്ത നിന്നില്ല. പള്ളികൾ ആരാധനയ്ക്കുള്ളതാണെന്നും സമസ്തയുടെ പള്ളികളിൽ പ്രതിഷേധമുണ്ടാവില്ലെന്നുമുള്ള ജിഫ്രി തങ്ങളുടെ വാക്കുകൾ ലീഗ് നേതാക്കളെ ഞെട്ടിച്ചു. എന്നു മാത്രമല്ല, വഖഫിലെ സർക്കാർ തീരുമാനം പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി ജിഫ്രി തങ്ങൾക്ക് നേരിട്ട് ഉറപ്പു നൽകി. ലീഗ് പിന്നെയും ഞെട്ടി. അടുത്ത വർഷം സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗ് അധ്യക്ഷ സ്ഥാനത്തെത്തിയതോടെ അഭിപ്രായ ഭിന്നത പരസ്യമായി. മുജാഹിദ് സമ്മേളനത്തിൽ സാദിഖ് അലി തങ്ങൾ പങ്കെടുക്കാൻ ഒരുങ്ങിയത്. സുന്നി കോളേജുകളുടെ കൂട്ടായ്മയായ CIC-യിലെ തർക്കത്തിൽ സമസ്ത തള്ളിയ ഹക്കീം ഫൈസിയെ ലീഗ് സംരക്ഷിക്കാൻ നോക്കിയത്. CPM സെമിനാറിൽ സമസ്ത പങ്കെടുത്തത്. അങ്ങനെ അകൽച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന വിവാദങ്ങൾ നിരവധിയായിരുന്നു. പുകഞ്ഞ് ഒടുവിൽ തട്ടം വിവാദത്തിൽ അത് ആളിക്കത്തി. CPM നേതാവിനെതിരെ സമസ്ത ഔദ്യോഗികമായി പ്രതികരിക്കാത്തതായിരുന്നു പ്രകോപനം. മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിൽ, ന്യൂനപക്ഷ സമുദായത്തിലൊക്കെ ഉണ്ട്. അവർ പറയണം ഇത്തരം ഒരു നയവുമായി നടന്ന പാർട്ടിയോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് പറയണം. ലീഗ് ജനറൽ സെക്രട്ടറി തന്നെ സമസ്താധ്യക്ഷനെതിരെ തിരിഞ്ഞപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും യുദ്ധം തുടങ്ങി. സമസ്തയിൽ ഇടതാനുകൂലികളുണ്ടെന്ന് ലീഗ് അണികൾ. മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്തെന്ന് സമസ്ത. സലാമിനെ ലീഗ് നേതൃത്വം തിരുത്തുമെന്നായിരുന്നു സമസ്തയുടെ പ്രതീക്ഷ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിക്ക് സമസ്ത പോഷക സംഘടനാ നേതാക്കൾ കത്തയച്ചതും ഈ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്ന്. തലയെടുക്കും തലയിരിക്കുമ്പോൾ ഈ വാലാടുന്ന ആ സ്വഭാവം ശരിയല്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. സമസ്തയെ പിളർത്തേണ്ടി വന്നാലും ഇനി വഴങ്ങില്ലെന്ന നിലപാടിലാണ് സാദിഖ് അലി തങ്ങളും ലീഗ് നേതൃത്വവും. കിട്ടുന്ന വേദികളിലെല്ലാം സമസ്തയിലെ മറുപക്ഷത്തെ ആക്രമിക്കുകയാണ് ലീഗ് നേതാക്കൾ. മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞു, മുസ്ലിം ലീഗിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് വേറെ ഏതെങ്കിലും സംഘടനയുടെ ലേബലിൽ പോയി ഒളിച്ചാൽ അവിടെ വന്ന് തട്ടം മാറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്താണെന്ന് പോലും നോക്കാതെയാണ് ഇപ്പോഴത്തെ പരസ്യ ഏറ്റുമുട്ടൽ. സമസ്ത പിളർന്നാൽ പിളരുന്നത് ലീഗിൻ്റെ വോട്ട് ബാങ്ക് കൂടിയാണ്.